കേരള പോലീസ് PFIയുടെ സാന്നിധ്യമുണ്ടോ? വല്ലാത്ത ചോദ്യമാണ്. ചോദ്യം വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. പക്ഷേ അറിയുവാൻ സാധിക്കുന്നത്, അതായത് കേന്ദ്രീയ ഇൻ്റലിജൻസ് ഏജൻസികൾ പല ആവർത്തി സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് റിപ്പോർട്ടും പല രീതിയിലുള്ള വിശദീകരണം കൊടുത്തു. എത്ര പേരാണ് കേരള പോലീസിലെ കോൺസ്റ്റബിളും ചില ഓഫീസേഴ്സും, അതായത് സബ് ഇൻസ്പെക്ടറിന് മുകളിലുള്ളവർ, ഈ PFI എന്ന് പറഞ്ഞ നിരോധിച്ച സംഘടനയ്ക്കകത്ത് ഒരു സ്ലീപ്പിംഗ് സെല്ലുണ്ട് പല ഭാഗത്തും. ഇവർ തമ്മിൽ വെൽ കോർഡിനേറ്റഡ് ആണ്. ഇവർ ഏകദേശം വളരെ കൃത്യമായിട്ട് നിരോധിച്ച PFIയുടെയും SDPIക്കാരെയും ഏത് രീതിയിലും, പ്രത്യേകിച്ച് ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അതിനുവേണ്ടി രൂപീകരിച്ചതാണ് ഈ സെല്ല്. ഇത് വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കേരള പോലീസ് ഒരു കാര്യങ്ങളും, അതായത് അവരുടെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ പോലും പലതും ലീക്കായി പോവുകയാണ്. നേരത്തെ ഇത് പല പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു, പക്ഷെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല, കാരണം അവരെ ഭയന്നിട്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടി. ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം, അവിടെയുള്ള പോലീസുകാർ തന്നെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. എന്താണ് പാലക്കാട് ശ്രീനിവാസൻ വധം? ഞാൻ പറയുമ്പോൾ ശ്രീനിവാസനെ വധിച്ചാൽ SDPIക്കാർ, ഞാൻ ഇത് രണ്ടും ഒരേപോലെ കാണുന്ന ഒരാളാണ്. കാരണം കൊലപാതകം നടന്നുകൂടാ, ഒരിക്കലും അത് അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ ഇതിനകത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ പാലക്കാട് സൗത്ത് ടൗൺ സ്റ്റേഷനിലാണ്, അവിടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ പറയുന്ന SDPI നേതാക്കൾക്കെതിരെ, ഈ പറയുന്ന പ്രവർത്തകർക്കെതിരെ. ഇനി ഉണ്ടായ സംഭവമാണ് അവിശ്വസനീയം. അവിടെ അന്ന് മുതൽ ഇവരെ ചില ഈ കേസുകളൊക്കെ അറസ്റ്റ് ചെയ്ത് ആ സംഭവം അങ്ങോട്ട് തുടങ്ങുമ്പോൾ മുതൽ കേരള പോലീസാണ് ഏകദേശം സെപ്റ്റംബർ വരെ അന്വേഷണം ഉണ്ടായിരുന്നത്. ഏപ്രിൽ നടന്നു, സെപ്റ്റംബർ വരെ കേരള പോലീസ് അന്വേഷണം ഉണ്ടായി 2022. അതിനുശേഷമാണ് NIA ഈ കേസ് എടുക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ സമ്മർദ്ദത്തോടു കൂടിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് NIAക്ക് ഈ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്താണ് അവിടെയുള്ള SDPI നേതാക്കൾ ചെയ്ത പരിപാടി? നിങ്ങൾ അവിശ്വസനീയമായിട്ട് തോന്നും. അവിടെയുള്ള പോലീസിലെ സ്റ്റേഷനിലെ SHO, മറ്റുള്ള പോലീസുകാർ, ഗ്രേഡ് SIമാർ, കോൺസ്റ്റബിൾമാർ, ഇവർക്കെല്ലാം ഇവർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. 2 നേരം അവരുടെ ആഹാരം. ആലോചിച്ച് നോക്കുക, കൊലപാതക കേസിൽ പിടിച്ചിട്ടിരിക്കുന്ന ക്രിമിനലിനെ പോലീസുകാരെ സഹായിക്കാൻ വേണ്ടി, അതായത് അവിടെ 4ഓളം പോലീസുകാർ, അത് റിപ്പോർട്ടഡാണ്, ഈ 4 പോലീസുകാർ SDPIക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത്. അപ്പോൾ അവരോട് പറഞ്ഞ് ഈ പറയുന്ന SDPI നേതാക്കൾ ഇവർക്ക് സ്ഥിരം ചിക്കൻ ബിരിയാണി കൊടുത്തുകൊണ്ടിരുന്നു. എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ച് നോക്കണം. ഈ പ്രബുദ്ധ കേരളത്തിൻ്റെ പോക്കിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അത് അസഹനീയമായിട്ട് ചില പോലീസുകാർ അവിടെ നിന്നും ട്രാൻസ്ഫർ മേടിച്ചു പോയി. ഇത് ഓൺ റെക്കോർഡാണ് ഇതൊക്കെ പറയുന്നത്. അതായത് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ കാര്യമാണ് പറയുന്നത്, പ്രബുദ്ധ മതേതര കേരള പോലീസ് സ്റ്റേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അത് സഹികെട്ടിട്ടാണ് വീണ്ടും ആൾക്കാർ സ്വാധീനം ചെലുത്തി ഈ NIAയുടെ അന്വേഷണം വരുന്നത്. ഇതാണ് സംഭവം. ഇവിടേക്ക് എനിക്ക് കേരള പോലീസിലെ പിണറായി വിജയനോടും, കേരള പോലീസ് ഭരിക്കുന്ന പിണറായി വിജയനോടും, കേരള പോലീസിൻ്റെ ഇപ്പോഴത്തെ ലോ ആൻഡ് ഓർഡർ ADGP മനോജ് എബ്രഹാമിനോട് ചോദിക്കുന്ന കാര്യമുണ്ട്. കാരണം ഇത് റിപ്പോർട്ടഡാണ്, ഇത് നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ്. എഗ്രീഡ്. കേന്ദ്ര സർക്കാർ പല ആവർത്തി കേരള സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഹോം ഡിപ്പാർട്ട്മെൻറ്റിനും ഇതുമായി ബന്ധപ്പെട്ട് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനെയും കുറിച്ച്. അതിൻ്റെ ഭാഗമായിട്ടാണ് PFIയെ നിരോധിച്ച ശേഷം ഇവരെ പൊക്കിയെടുത്തുകൊണ്ട് പോയ സമയത്ത് കേരള പോലീസിലെ ആരെയും അറിയിച്ചില്ല. കേരളം ഒരു സ്റ്റേറ്റാണ്, കേരള റിപ്പബ്ലിക് ഓഫ് കേരള ഒന്നും അല്ല. ചോദ്യമുണ്ട്. അതായത് ഞാൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ കൊഞ്ഞാണനോട് ചോദ്യം ചോദിക്കുന്നില്ല. ഈസ് എ ഫൂൾ. ചുമ്മാ അത് പറഞ്ഞുകൊണ്ട് കിടക്കുക. അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു താല്പര്യമില്ല, പ്രീണനമായിട്ട് നടക്കുന്ന ഒരാളാണ്. എൻ്റെ ചോദ്യം മനോജ് എബ്രഹാമിനോടാണ്. കാരണം താങ്കൾ അറിയപ്പെടുന്നൊരു പോലീസ് കർത്തവ്യം, ഓണസ്റ്റായിട്ട് പോലീസ് ഓഫീസറാണ് താങ്കളെ പറ്റി അറിയുന്നത്.
ഈ പാർട്ടി തല്ലുകളും ബഹളങ്ങളും കണ്ണൂരുണ്ടായപ്പോൾ അതിനെ അടിച്ചൊതുക്കിയത് താങ്കളാണെന്നും ആൾക്കാർ പറയുന്നു, പോലീസിലുള്ളവരും പറയുന്നു താങ്കളുടെ ഡിസിഷനായിരുന്നു കറക്റ്റ്. കാരണം പാർട്ടി കൊടുക്കുന്ന പ്രതികളെ മാറ്റിയിട്ട് പോലീസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തി. അതിൻ്റെ പേരിലാണ് ഈ സംഘടനം, അതായത് പാർട്ടി RSS, CPM, മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഈ ക്ലാഷ് താങ്കളാണ് കുറച്ചതെന്ന് പറയുന്നു. താങ്കളും എന്നോടും പറഞ്ഞിട്ടുണ്ട് ഫോണിൽ, അതായത് മനോജ് എബ്രഹാം ഫോണിൽ എന്നോടും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് റെമഡി അവിടെ ചെയ്തത്. ഇപ്പം താങ്കൾ വളരെ കീ പോസ്റ്റിലിരിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ കൊഞ്ഞാടനെ മാറ്റി നിർത്തുന്നു, കാരണം ഈ യൂസ്ലെസ്. പക്ഷെ താങ്കൾ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പോലീസ് സർവീസിലെ സീനിയർ ഓഫീസറാണ്. താങ്കൾ എന്തുകൊണ്ട്, എൻ്റെ ചോദ്യമാണ്, ചാർജ് എടുത്തു, എന്തുകൊണ്ട് ഈ പോലീസുകാർക്കെതിരെ, അതായത് 4ഓളം പോലീസുകാർ, അതേപോലെ തന്നെ ഈ അന്ന് ബിരിയാണി വാങ്ങിച്ച് കഴിച്ച SHO ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ കേരള പോലീസിൽ നടപടിയെടുത്തോ ഇല്ലയോ? എൻ്റെ ചോദ്യം വളരെ പ്രിസൈസ് ചോദ്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. എന്ത് നടപടിയെടുത്തു? ഈ പറയുന്ന ക്രിമിനൽസിന് ആഹാരം കൊണ്ട് കൊടുക്കുവാൻ അന്ന് ബാൻഡല്ല, ഈ PFI SDPIക്കാരെ കൊണ്ട് അനുവദിച്ചത് താങ്കൾ ഇതറിഞ്ഞോ? താങ്കൾ അറിഞ്ഞോ ഇല്ലയോ? ഇതിനെപ്പറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് പോലും റിപ്പോർട്ട് കൊടുത്തില്ല എന്നാണ് ഞാൻ അറിയുന്നത്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇവരുടെ ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടും ഈ പോലീസുകാർ അന്ന് ഇവരെ ബിരിയാണി മേടിച്ച് കഴിച്ച് ഇവരെയൊക്കെ സഹായിച്ച പോലീസുകാർ ഇന്ന് സർവീസിലുണ്ട്. പ്രിയപ്പെട്ട മനോജ്, താങ്കളോട് വീണ്ടും ചോദിക്കുന്നു, താങ്കൾ എന്ത് നടപടിയാണ് എടുത്തത്? അതിനേക്കാളൊക്കെ പേര് താങ്കളൊരു ദൈവവിശ്വാസികൾ, പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് വിശ്വാസിയാണ്. അപ്പോൾ ഇതിനുമായിട്ട് താങ്കൾ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇവർക്കെതിരെ നടപടി എടുത്തോ ഇല്ലയോ? സിൻസിയറായിട്ട് ചോദിക്കുകയാണ്, നടപടി എടുത്തോ ഇല്ലയോ? അതേപോലെ കേരള പോലീസിനകത്ത് ശരിക്കും ഈ SDPI PFIയുടെ സ്ലീപ്പർ സെല്ലുണ്ട്. കേന്ദ്രം പല ആവർത്തി റിപ്പോർട്ട് ചെയ്തതാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ സംഭവം. എന്ത് നടപടിയാണ് പോലീസിനെടുക്കാൻ സാധിച്ചത്? കാരണം ഉറപ്പായിട്ട് ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊറാൽ മുഴുവനും തകർക്കുന്ന സംഭവമാണ്. ഇത്രയും ആൾക്കാർ വരുന്നു, പോലീസ് സ്റ്റേഷൻ ആംബുഷ് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് സേന എന്ന് പറഞ്ഞ ഒരു കഴിവില്ലാത്ത സാധനമായി മാറുന്നു. ഇതേപോലുള്ള ക്രിമിനൽസിനെ മുഴുവന് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് അക്സെപ്റ്റബിൾ അല്ല ഇത്. കാരണം അതിന് പറ്റിയ ഈ കണ്ണൂരെ ഒരു വലിയ സാധനമാണ് അവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി. കാരണം അയാളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. പ്രീണനത്തിന്റെ മാസ്റ്ററാണ് അയാൾ. ഇവിടെ ചോദ്യം കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടാണ്. കാരണം DGPയുടെ കാര്യം കളയാൻ, കാരണം ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള DGP ആണ് അയാൾ. പക്ഷെ താങ്കൾ അങ്ങനല്ല, താങ്കൾക്ക് ട്രാക്ക് റെക്കോർഡുണ്ട്. എന്ത് നടപടിയാണ് കേരള പോലീസും, അതായത് സ്പെഷ്യൽ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ഇതിൽ നടപടി എടുത്തോ ഇല്ലയോ? കേരള പോലീസിൽ എത്രയോളം, അതായത് എത്ര പേരോളം ഇതേപോലെ SDPI PFI അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയും ഈ തീവ്രവാദികളെ സഹായിക്കുന്നവരുണ്ട് പോലീസ്, അതിനെപ്പറ്റി കണക്കുണ്ടോ ഇല്ലയോ? അവർക്കെതിരെ എന്ത് നടപടി എടുത്തു? ഇവിടെ മനസ്സിലാക്കേണ്ട, എന്നെ കേൾക്കുന്ന പലരോടും പറയേണ്ട ഒരു സംഭവമുണ്ട്. ഈ NIAയും കേന്ദ്ര ഏജൻസികളും ഈ റിപ്പോർട്ട് ചെയ്തപ്പോൾ ചില ഭയങ്കരമായിട്ട് ഹൈപ്പറിൽ ഈ SDPI PFIയെ സഹായിച്ച കക്ഷികളൊക്കെ ഉണ്ട്. അവർ ചിലരങ്ങ് രാജിവെച്ച് പോയി പേടിച്ചിട്ട്. ഈ രാജിവെച്ച് പോയിട്ട് അവർക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മനസ്സിലാക്കുക, ഇവർക്കെല്ലാം ദുബായിലും സൗദി അറേബ്യയിലും ഇവരുടെ ആൾക്കാർ ജോലിയും മേടിച്ചു കൊടുത്തു. കേരളത്തിൻ്റെ പോക്കാണ് ഞാൻ പറയുന്നത്. നമ്മളിതിനെ സിമ്പിളായിട്ട് കാണാൻ പറ്റില്ല. ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മളിത് പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും കേരളത്തിൻ്റെ ഒപ്പോസിഷൻ ലീഡർ ആണെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും അവർ പൂർണ്ണമായിട്ടും നിശബ്ദതയാണ്. കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, കാരണം മുസ്ലിം ലീഗിനെ പേടിയാണ്. അപ്പം ഓരോ ഇന്ത്യക്കാരൻ, പാട്രിയോട്ടിക് ആയിട്ടുള്ള ഇന്ത്യക്കാരൻ, ഞാൻ പറയാം ഹൈപ്പർ പാട്രിയോട്ടിസം അല്ല പറയുന്നത്, ഹൈപ്പർ നാഷണലിസം അല്ല പറയുന്നത്. ഞാൻ പറയാം പാട്രിയോട്ടിക് ആയിട്ട് ഇന്ത്യയെ സ്നേഹിക്കുന്നവരും കേരളത്തെ വേണ്ടവരും നമ്മളിത് പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ. കാരണം ഇത് വളരെ കൃത്യമായിട്ടാണ് ഓരോ എവിഡൻസ് ഉൾപ്പെടെ ആൾക്കാർ പറയുന്നത്. കാരണം ഒരു കാര്യം പോലീസ് സേനയ്ക്കകത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പഴയ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു എത്ര ഓഫീസേഴ്സാണ് റിട്ടയർ ആയത്, BRS എടുത്തത്.
കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുക്കുക, റെക്കോർഡാണ് ഈ സംഭവം. ആ രീതിയിലോട്ട് കേരളത്തെ മാറ്റി. ഇനി കേരളത്തിലെ പല റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റ് ഇതേപോലെ ആൾക്കാർ കയറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇവർക്കൊക്കെ റിസർവേഷനുണ്ട്. അതിനകത്ത് കയറിയിട്ട് പിന്നീട് ഉണ്ടാകുന്നത് ഈ സെല്ലുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഇതിനെതിരെയാണ് അന്വേഷണം ഉണ്ടാകേണ്ടത്. അതായത് സത്യം പറഞ്ഞ ഒരു മലയാളി ഒരു കേരളീയൻ എന്ന് പറയാൻ പോലും നാണക്കേടായി മാറി. ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ. കേരളത്തിലെ മീഡിയ കംപ്ലീറ്റ് സൈലന്റ് ആണ്. കാരണം അവർക്ക് ഇവരുടെയൊക്കെ നക്കാപ്പിച്ച കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് ഇവരെ പേടിയാണ്, നക്കാപ്പിച്ച പണം കിട്ടുന്നുണ്ട്. 1000 കോടി 1500 കോടി കമ്പനികളാക്കാൻ നടക്കുകയാണ്. പക്ഷെ ഓരോ ഇന്ത്യക്കാരനും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചാൽ ഇതിനെ അറുതി വരുത്താൻ സാധിക്കും. കേന്ദ്രം ഇടപെടും, ഉറപ്പായിട്ടും ഇടപെടും. പക്ഷെ നമ്മൾ പ്രതികരിക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.